ഹലോ ഇൻവെസ്റ്റേഴ്സ്, എല്ലാവർക്കും ക്യാപ് സ്റ്റോക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ബോർഡ് IPO ആയ ഫൈൻലാബ് IPO കുറിച്ചാണ്. ഈ IPOയുടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 7-ാം തീയതിയും അവസാനിക്കുന്നത് നവംബർ 11-ാം തീയതിയുമാണ്. ഇതുകൂടാതെ ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് 14 നവംബറിനാണ്. ഇഷ്യൂവിന്റെ അപ്പർ പ്രൈസ് ബാൻഡ് എന്നത് 221 രൂപയും ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 3899 കോടി രൂപയുമാണ്. ഇതിൽ 2080 കോടി രൂപ ഫ്രഷ് ഇഷ്യൂയും കൂടാതെ ബാക്കി വരുന്നത് ഓഫർ ഫോർ സെയിലുമാണ്. ഇനി കമ്പനിയെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇത് ഒരു ലീഡിംഗ് ഫിൻടെക് കമ്പനിയാണ്. കമ്പനി ഓഫർ ചെയ്യുന്ന സർവീസുകൾ എന്നത് ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷൻ, POS സിസ്റ്റം, കൂടാതെ മൂല്യവർദ്ധിത സേവനങ്ങളായ ഗിഫ്റ്റ് കാർഡ്, ലോയൽറ്റി പ്രോഗ്രാം, മർച്ചന്റ് ഫിനാൻസ് തുടങ്ങിയ സർവീസുകളാണ്. 20-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തനമുള്ള കമ്പനിക്ക് ഇന്ത്യയാണ് കോർ മാർക്കറ്റ്. ഇതുകൂടാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും കമ്പനിക്ക് മാർക്കറ്റ് ഉണ്ട്. കമ്പനിയുടെ സേവനം ഏകദേശം 5 ലക്ഷത്തിൽ അധികമായി വരുന്ന മർച്ചന്റുകൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. ബിസിനസ് ടു ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് മർച്ചന്റ് പേയ്മെന്റ് ഫീസ്, സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ കൂടാതെ ഫിനാൻഷ്യൽ സർവീസിൽ കൂടിയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. കമ്പനിക്ക് തുടർച്ചയായ ടോപ്പ് ലൈൻ റവന്യൂ ഗ്രോത്ത് ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലായി നെറ്റ് ലോസ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് കാരണം ഹെവി ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജിയാണ്. ഇത് കമ്പനിയുടെ ഡിപ്രിസിയേഷൻ കൂട്ടുന്നു. കൂടാതെ ഓവർസീസ് എക്സ്പാൻഷൻ ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് തുടങ്ങിയവ കമ്പനിയുടെ ലാഭത്തെ കുറയ്ക്കുകയുണ്ടായി. ഇതിന് പുറമെ കമ്പനിയുടെ പീർ ഗ്രൂപ്പുകളായ പേടിഎം, റേസർ പേ, ഭാരത് പേ തുടങ്ങിയ കമ്പനികളിൽ നിന്ന് കമ്പനി ശക്തമായ കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. ഇതുകൂടാതെ കമ്പനിയുടെ GST റിലേറ്റഡ് കണ്ടിജന്റ് ലയബിലിറ്റി ഏകദേശം 310 കോടി രൂപയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ഈ കാരണങ്ങളാൽ ഈ IPO ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഭാവിയിൽ കമ്പനി തുടർച്ചയായ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഞങ്ങൾക്ക് ഈ IPOയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. See you next time.